നമ്മൾ ഈ ഷർട്ട് കോളറൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു കോളർ ബോൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ കോളർ ബോൺ ഇതിൻ്റെ ഉള്ളിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് സ്ഥിരമായിട്ട് അയൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇതുപോലെ ബെൻഡായി പോകും കോളർ. പിന്നെ അത് നമുക്ക് കറക്റ്റായിട്ട് പൊസിഷനിൽ ഇരിക്കില്ല. അപ്പോൾ ബ്രാൻഡഡ് ഷർട്ടുകളിലൊക്കെ ചെയ്യുന്ന ഒരു അടിപൊളി ട്രിക്ക് ഉണ്ട്. ആ ഒരു ട്രിക്കാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടു, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കോളർ എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണതെന്ന് നോക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കോളർ ബോൺ പുറത്തുനിന്നാണ് ഇതിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. നമുക്ക് അയൺ ചെയ്യുന്ന സമയത്ത് ഇത് അഴിച്ചു മാറ്റാം. അപ്പോൾ ഏറ്റവും നല്ല ബ്രാൻഡഡ് ഷർട്ടുകളിലെല്ലാം ഇതുപോലെ ആയിരിക്കും ഈ കോളർ ബോൺ വരുന്നുണ്ടാവുക. അതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷർട്ട് എത്രമാത്രം ലാസ്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം. നല്ല ബ്രാൻഡുകളിലേക്ക് ഷർട്ടുകളാണെങ്കിൽ വർഷങ്ങളോളം അത് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ അതുവരെയും ഇതിൻ്റെ കോളറിന് കംപ്ലൈൻറ്റുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു സിസ്റ്റം ഇതിൽ ചെയ്യണത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കോളർ കംപ്ലൈൻറ്റ് വരില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യ സമയത്ത് ഇത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് കോളർ ബോൺ അറ്റാച്ച് ചെയ്യാനുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു മെത്തേഡ്. അപ്പോൾ ഇത് വേറെയും മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നമ്മുടെ കോളർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു അടിപൊളി സിസ്റ്റമാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.